ഡിറ്റർമിനേഷൻ ഓഫ് എംപിരിക്കൽ ഫോർമുല ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെയാണ് മറ്റ് 4 പ്രോബ്ലംസാണ് നോട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആ 4 പ്രോബ്ലം ഒരേപോലെ തന്നെ ചെയ്യാം. പക്ഷേ ലാസ്റ്റ് പ്രോബ്ലത്തിൽ 4th പ്രോബ്ലത്തിൽ ചെറിയൊരു അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അത് മാത്രം നമ്മളിവിടെ ചെയ്യാം. ലാസ്റ്റ് പ്രോബ്ലം, ഡിറ്റർമൈൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് അയൺ which has 69.9% of iron and 30.1% of dioxygen by mass എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 ഗിവൺ മാസിനെ പെർസെൻറ്റേജിനെ മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യുക. അയൺ 69.9% തന്നത് അതിനെ ഗ്രാമാക്കി, ഓക്സിജൻ 30.1% തന്നതുകൊണ്ട് 30.1 ഗ്രാം ആക്കി മാറ്റി, രണ്ടിനെയും ഗ്രാം ആക്കി മാറ്റി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 2 എന്താ ചെയ്യുക? ഈ ഗിവൺ മാസിനെ അതിൻ്റെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? അയൺ 69.9 divided by atomic mass of iron is equal to 56 ആണ്. ഇതിൻ്റെ വാല്യൂ കിട്ടുക 1.25 ആണ് നമ്പർ ഓഫ് മോൾസ് കിട്ടുക. അതേപോലെ ഓക്സിജൻ 30.1 ആണ് നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് ഗ്രാം. അതുകൊണ്ട് അതിൻ്റെ ആറ്റോമിക് മാസ് ആയിട്ടുള്ള ഓക്സിജൻ്റെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 1.88 എന്ന് കിട്ടും. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണത്? ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ആർക്കാണ് നോക്കുക. ഇവിടെ അയൺ ആണ് സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോൾസ്. ഈ അയണിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എല്ലാത്തിൻ്റെയും നമ്പർ ഓഫ് മോൾസിനെ ഡിവൈഡ് ചെയ്യണം. തേർഡ് സ്റ്റെപ്പിൽ അയൺ 1.25 ഡിവൈഡഡ് ബൈ 1.25 ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് വാല്യൂ ഈസ് ഈക്വൽ ടു 1. ദെൻ ഓക്സിജൻ്റേത് 1.88 ഡിവൈഡഡ് ബൈ 1.25. ഈ വാല്യൂ കിട്ടുന്നത് 1.504 ആണ്. നമ്മൾക്കറിയാം പോയിൻറ്റിന് ശേഷം 5ൽ കുറഞ്ഞ വാല്യൂസ് ആണെങ്കിൽ നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്യാം, ഒഴിവാക്കാം. 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൺസിഡർ ചെയ്യണം. ദെർഫോർ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.5 ആണ്. 1 ആക്കിയിട്ടോ 2 ആക്കിയിട്ടോ എടുക്കാൻ കഴിയില്ല, 1.5 ആണ്. ദീസ് 1.5 എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം. ഇനി എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് സ്റ്റെപ്പിൽ ഏത് എലമെൻറ്റ് ഈ കിട്ടിയ വാല്യൂ തന്നിട്ടുള്ള എലമെൻറ്റിൻ്റെ അടുത്ത് എഴുതുക. എങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? എംപിരിക്കൽ ഫോർമുല. ലാസ്റ്റ് സ്റ്റെപ്പ് ഇനി അതും കൂടിയുള്ളൂ. അയണിൻ്റെത് ഈ കിട്ടിയ വാല്യൂ 1 ആണ്, അതുകൊണ്ട് Fe1. ഇനി ഓക്സിജൻ്റെ വാല്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കണം. 1.5 ആണ്. 1.5 എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റായിട്ട് എഴുതുമ്പോൾ 3/2 ആണ് വരിക. 3/2. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് അയണിൻ്റെ വാല്യൂ എംപിരിക്കൽ ഫോർമുല എഴുതുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് 4th സ്റ്റെപ്പ്. അയണിൻ്റെത് 1 ആണ്, പ്രശ്നമൊന്നുമില്ല, എഴുതി. ഓക്സിജൻ്റെ നമുക്ക് കിട്ടിയ 1.5 ആണ്. 1.5 എന്ന് എഴുതില്ല, പകരം ഡിജിറ്റാക്കി എഴുതുമ്പോൾ ഫ്രാക്ഷൻ നമ്പറാണ് കിട്ടുക, 3/2. അപ്പോൾ നമുക്ക് ഈ എംപിരിക്കൽ ഫോർമുല എഴുതുമ്പോൾ ഫ്രാക്ഷൻ വന്നു. ആ ഫ്രാക്ഷനെ നമ്മൾ ഹോൾ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ ഡിനോമിനേറ്ററിൽ പോയാൽ പ്രശ്നം തീർന്നല്ലോ. ഈ ഡിനോമിനേറ്റർ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം നമുക്കിങ്ങനെ കിട്ടും, Fe2O3 എന്ന് കിട്ടൂലേ? Fe2O3 എന്ന് കിട്ടിയില്ലേ? ഇങ്ങനെയായിരിക്കും ഹെൻസ് എംപിരിക്കൽ ഫോർമുല ഓഫ് അയൺ ഈസ് ഈക്വൽ ടു Fe2O3. അപ്പോൾ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 1നെയും 3നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ പോയി. നമുക്ക് എന്ത് കിട്ടും? Fe2O3. ഇങ്ങനെയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല കണ്ടെത്തുക.